എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാം മാസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഞാൻ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. അതും പലതും ഞാൻ വീഡിയോ എടുത്തില്ല, അതാണ് ഒരു പ്രശ്നം വന്നത്. ഇത് നമ്മളെ റൂമിൻ്റെ തൊട്ടപ്പുറത്തുള്ള റൂമിലെ ആളുകൾ കൊണ്ടുവന്ന് തരുന്ന ഭക്ഷണമാണ് കേട്ടോ. നോമ്പ് തുറക്കാൻ സമയമാകുമ്പോൾ നമുക്ക് അവർ ഭക്ഷണം കൊണ്ടുവന്ന് തരും കേട്ടോ. അവർക്ക് എന്താണ് നോമ്പിന് വെച്ചത് അത്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഫോണിനകത്ത് നോക്കിയപ്പോൾ അവിടെ എവിടെയും കുറച്ചൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. റമളാൻ മാസം 30 അവരിങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരും. ഞാനുണ്ടാക്കിയത് അങ്ങോട്ടേക്കും കൊടുത്തയക്കും കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെ എന്താ പറയുക, വറുത്തോ പൊരിച്ചൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിന് നോമ്പ് തുറക്കാൻ എന്താ ഉണ്ടാക്കുന്നത് ഞാൻ അതാണ് കേട്ടോ കൊടുത്തയക്കുക. ഇവിടുത്തെ അത് പ്രത്യേക രീതിയിലുള്ള സാധനങ്ങളാണ്. മിക്ക ദിവസങ്ങളും ഇതാണ് കേട്ടോ ഹലീം. ഇത് അവരന്ന് പുറത്തുനിന്ന് വാങ്ങിയതാണ്, അപ്പോൾ ഞങ്ങൾക്കും കൂടി വാങ്ങി തന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതല്ലാതെ അവർ തന്നെ ഉണ്ടാക്കിയത് ഒരു തവണ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ മിക്കവാറും സാധനങ്ങൾ ഒന്നെങ്കിൽ പരിപ്പോ അല്ലെങ്കിൽ കടലയൊക്കെ പുഴുങ്ങിയിട്ട് അതിന് മുകളിൽ മറ്റേ മേത്തി ലീവ്സ് ഇട്ടുകൊണ്ട് തരും. ഇത് അവരുണ്ടാക്കിയ ഇതാട്ടോ. ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഫസ്റ്റ് അങ്ങനെ പിടുത്തണ്ടായിരുന്നില്ല. ഇത് പിന്നെ എന്തോ പൊട്ടാറ്റോ വെച്ചിട്ടുള്ളതാണ്. കുറേ സാധനങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ തവണ ഞാനിപ്പോൾ വിചാരിക്കണം എല്ലാം ഒന്ന് വീഡിയോ എടുത്താൽ മതിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ നാട്ടിലുള്ള ഉഴുന്നുവട പോലത്തെ ഒന്ന്, അത് തൈരിലിട്ട് തരും. അതുപോലെ തന്നെ ചട്നിയിലിട്ടിട്ട് അങ്ങനെ തരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തരുമ്പോൾ ഞാനത് പിന്നെ കറി ആക്കാറുണ്ട് കേട്ടോ. കാരണം നമുക്ക് പലതിൻ്റെയും ടേസ്റ്റ് നമുക്ക് പറ്റൂല, ഇഷ്ടപ്പെടില്ല. പക്ഷേ ഞാനത് വേറെ എന്തെങ്കിലും രീതിയിലായിട്ടാണ് നമ്മൾ കഴിക്കുക കേട്ടോ. കറിയൊക്കെ ആക്കിയിട്ട് കഴിക്കുക. പിന്നെ പെരുന്നാളിന് രാവിലെ തന്നെ പായസം കൊണ്ടുവന്ന് തരും. അത് നമ്മുടെ സേമിയ പായസം കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ബിരിയാണി കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണിപ്പോൾ, അവിടെയൊക്കെ ഷെയറിംഗ് മെൻറ്റാലിറ്റി ഇപ്പോൾ കുറഞ്ഞു വരികയാണല്ലേ. അപ്പോൾ നിങ്ങളെ നോമ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് കഴിഞ്ഞു പോയില്ലേ? അപ്പോൾ എല്ലാവർക്കും ബായ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.